ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പാരിസൺ ഓഫ് പെട്രോൾ എഞ്ചിൻ ആൻഡ് ഡീസൽ എഞ്ചിൻ. അതായത് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിൽ എന്തുണ്ട്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ ഒരു വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, എന്ത് ചെയ്യാം, പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിൽ നോർമലി കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വലിയ വാഹനങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഡീസൽ ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ വാഹനങ്ങൾ, ഒരു മോഡറേറ്റ് വലുപ്പത്തിലുള്ള വാഹനങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്, പെട്രോൾ എഞ്ചിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബൈക്ക് എടുക്കാം. ബൈക്കൊക്കെ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് പെട്രോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പണ്ട് ബുള്ളറ്റൊക്കെ ഡീസൽ ഇറങ്ങിയിരുന്നു, എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ ബൈക്കുകളും എന്താണ്, പെട്രോളാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ചെറിയ വാഹനങ്ങളിലും ഒരു ഇടത്തരം വലുപ്പമുള്ള വാഹനങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്, പെട്രോളാണ് ഫ്യൂവലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ട്രക്കും ബസ്സും പോലുള്ള വലിയ വലിയ വാഹനങ്ങളിലും, അതുപോലെ പവർ പ്ലാന്റ്, ഇൻഡസ്ട്രി, അതുപോലെ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡീസലാണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോയിൻ്റ് തന്നെയാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ എന്നുള്ള രണ്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഡീസൽ എഞ്ചിനും റൈറ്റ് സൈഡിൽ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് നോക്കാം. ഡീസൽ എഞ്ചിനിലെ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ദീസ് എഞ്ചിൻസ് വർക്ക് ഓൺ ദ ഡീസൽ സൈക്കിൾ. എന്താണ് പറയുന്നത്? ഡീസൽ എഞ്ചിന് വർക്ക് ചെയ്യുന്നത് ഡീസൽ സൈക്കിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലേ. ഡീസൽ എഞ്ചിൻ കണ്ടെത്തിയത് റുഡോൾഫ് ഡീസലാണ്. അപ്പോൾ ഡീസൽ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് ഡീസൽ സൈക്കിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പെട്രോൾ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് വർക്ക്സ് ഓൺ ദ ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെട്രോൾ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഡീസൽ സൈക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡീസൽ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. ഓട്ടോ സൈക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പെട്രോൾ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഡീസൽ എഞ്ചിനിലെ രണ്ടാമത്തെ പോയിൻ്റാണ്, ദ ഫ്യൂവൽ ഈസ് മിക്സഡ് വിത്ത് എയർ ഇൻസൈഡ് ദ സിലിണ്ടർ. എന്താ പറയുന്നത്? ഡീസൽ എഞ്ചിനിൽ എന്താ ചെയ്യുന്നത്, കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് എന്ത് ചെയ്യാണ്, ഡീസലിനെ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എയർ മാത്രമാണ് സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്നത്. എയർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സിലിണ്ടറിലേക്ക് ഡീസൽ എഞ്ചിനിൽ പ്രവേശിക്കുന്നത്. എന്നാൽ പെട്രോൾ എഞ്ചിനിൽ എന്താണ്, എയർ ആൻഡ് ദ ഫ്യൂവൽ ആർ മിക്സഡ് ഇൻ കാർബറേറ്റർ. കാർബറേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ കാർബറേറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പണ്ട് കാർബറേറ്റർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. കാർബറേറ്ററിലേക്ക് എന്ത് ചെയ്യാണ് ചെയ്തിരുന്നത്, എയറും ഫ്യൂവലും തമ്മിലുള്ള മിശ്രിതമാണ് എന്ത് ചെയ്തിരുന്നത്, കാർബറേറ്ററിൽ എത്തിയിരുന്നത്. അതിനുശേഷം എന്താണ്, സ്പാർക്ക് പ്ലഗ് വെച്ചിട്ടായിരുന്നു കത്തിച്ചിരുന്നത്. എന്നാൽ ഡീസൽ എഞ്ചിനിൽ അങ്ങനെയല്ല, എയർ മാത്രമാണ് കൊടുത്തിരുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇഗ്നീഷൻ ഈസ് അച്ചീവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോട്ട് കംപ്രസ്ഡ് എയർ. എന്താ പറയുന്നത്, ഡീസൽ എഞ്ചിൽ ഇഗ്നീഷൻ എന്നുള്ള പ്രോസസ്സ് നടന്നിരുന്നത് ഈ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ സിലിണ്ടറിലെത്തും. ആ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് എന്ത് ചെയ്യാണ്, ഹൈ പ്രഷറിൽ ഡീസലിനെ ഇഞ്ചക്ടർ വെച്ചിട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അത് കത്തും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡീസൽ എഞ്ചിനിൽ ഇഗ്നീഷൻ എന്നുള്ള പ്രോസസ്സ് നടന്നിരുന്നത്. എന്നാൽ പെട്രോൾ എഞ്ചിനിൽ എയറും ഫ്യൂവലും തമ്മിലുള്ള മിശ്രിതം, അതായത് പെട്രോളും എയറും തമ്മിലുള്ള മിശ്രിതം സിലിണ്ടറിലെത്തും. അവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഗ്നീഷൻ നടന്നത്. അപ്പോൾ ബൈക്കിലൊക്കെ നമ്മൾ സ്പാർക്ക് പ്ലഗ് പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. സ്പാർക്ക് പ്ലഗ് ഇടയ്ക്ക് നമ്മൾ സർവീസ് സെൻറ്ററിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്യലുണ്ട്, മാറ്റലുണ്ട്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ സ്പാർക്ക് പ്ലഗാണ് എന്ത് ചെയ്യുന്നത്, ഈ എയറും ഫ്യൂവലും തമ്മിലുള്ള മിശ്രിതത്തിൽ സ്പാർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ഇഗ്നീഷൻ എന്നുള്ള പ്രോസസ്സ് അച്ചീവ് ചെയ്തിരുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഡീസൽ എഞ്ചിനിൽ ദീസ് എഞ്ചിൻസ് വർക്ക് വിത്ത് ഫ്യൂവൽസ് ദാറ്റ് ഹാവ് ലോ വോളട്ടൈൽസ്. അതായത് ഡീസൽ ഫ്യൂവലിന് എന്താണ്, വോളട്ടൈൽ എനർജി എന്ന് പറയുന്നത് കുറവാണ്. പെട്രോളിന് എന്താണ്, അത് ഹൈ വോളട്ടൈലാണ്. പെട്രോൾ എഞ്ചിന് വോളട്ടൈൽ എന്താണ്, കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഡീസൽ എഞ്ചിന് എന്താണ്, കംപ്രഷൻ റേഷ്യോ കൂടുതലാണ്. ഡീസൽ എഞ്ചിന് ഹൈ കംപ്രഷൻ റേഷ്യോ ആണ്. പെട്രോൾ എഞ്ചിന് എന്താണ്, റിലേറ്റീവ്ലി ലോ കംപ്രഷൻ റേഷ്യോ. അതായത് ഡീസൽ എഞ്ചിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പെട്രോൾ എഞ്ചിനിൽ എന്താണ്, കംപ്രഷൻ റേഷ്യോ കുറവാണ്. ഇപ്പോൾ കംപ്രഷൻ റേഷ്യോ കൂടുതലുള്ള ഏതാണ്, ഡീസൽ എഞ്ചിനാണ്. കംപ്രഷൻ റേഷ്യോ പെട്രോൾ എഞ്ചിന് എന്താണ്, ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ച് കുറവാണ്. അടുത്ത ഡീസൽ എഞ്ചിൻ്റെ ഒരു പോയിൻ്റാണ് ഹൈ പവർ പ്രൊഡക്ഷൻ. എന്താണ്, ഡീസൽ എഞ്ചിനിൽ പവർ കൂടുതലായിരിക്കും അല്ലേ. നമ്മളൊന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോറി, ട്രക്ക്, ബസ്, അതിനൊക്കെ എന്തായിരിക്കും, പവർ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഹൈ പവർ പ്രൊഡക്ഷൻ ഏതിലാണ് വരുന്നത്, ഡീസൽ എഞ്ചിനിലാണ് വരുന്നത്. പിന്നെ അടുത്തത് പെട്രോൾ എഞ്ചിൻ. റിലേറ്റീവ്ലി ലോ എമൗണ്ട്സ് ഓഫ് പവർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ പെട്രോൾ എഞ്ചിൻ. ഡീസൽ എഞ്ചിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്, പെട്രോൾ എഞ്ചിനിൽ പവർ കുറച്ച് കുറവാണ്. അടുത്ത പോയിന്റ് നോക്കാം.
ജനറലി യൂസ്ഡ് ഇൻ ഹെവി വെഹിക്കിൾസ് സച്ച് as ട്രക്സ് ആൻഡ് ബസ്സസ്. നേരത്തെ ഞാൻ പറഞ്ഞു ഡീസൽ എഞ്ചിൻ യൂസ് ചെയ്യുന്നത് എന്താണ്, ജനറലി ഹെവി വെഹിക്കിൾസ് ആണ്. ഹെവി വെഹിക്കിൾസ് അതായത് വലിയ വാഹനങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഡീസൽ എഞ്ചിൻസ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. എന്നാൽ എന്താണ്, കാറുകളിലൊക്കെ നമ്മൾ ഡീസൽ എഞ്ചിൻസ് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും കൂടുതലായിട്ടും വലിയ വെഹിക്കിളായിട്ടുള്ള ട്രക്ക്, ബസ് തുടങ്ങിയവയിലാണ് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. നമുക്ക് പെട്രോൾ എഞ്ചിൻ എവിടെ യൂസ് ചെയ്ത് നോക്കാം. യൂസ്ഡ് ഇൻ ലൈറ്റ് വെഹിക്കിൾസ് സച്ച് as മോട്ടോർ സൈക്കിൾസ് ആൻഡ് കാർ, അല്ലേ. ലൈറ്റ് വെഹിക്കിൾസ് ആയിട്ടുള്ള നമ്മുടെ ബൈക്ക്, സ്കൂട്ടർ, പിന്നെ കാറുകളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പെട്രോൾ എഞ്ചിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. റിലേറ്റീവ്ലി ലോ ഫ്യൂവൽ കൺസപ്ഷൻ. ലോ ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈലേജ് കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ ഡീസൽ എഞ്ചിൻ വാഹനങ്ങൾക്കാണ് എന്ത്, മൈലേജ് കൂടുതൽ. ഡീസൽ എഞ്ചിൻ വാഹനങ്ങൾക്കാണ് മൈലേജ് കൂടുതൽ. എന്നാൽ പെട്രോൾ എഞ്ചിൻ എന്താണ്, ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ചിട്ട് മൈലേജ് കുറവാണ്. അടുത്ത പോയിന്റ്, ഹൈ ഇനീഷ്യൽ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. ഡീസൽ എഞ്ചിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണ്, അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ്, അതിൻ്റെ ആദ്യത്തെ തുകയും അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റും എന്താണ്, കൂടുതലാണ്. എന്നാൽ പെട്രോൾ എഞ്ചിനിലോ കമ്പാരേറ്റീവ്ലി ലോ ഇനീഷ്യൽ കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. പെട്രോൾ എഞ്ചിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്താണ്, ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ചിട്ട് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കാറുകളൊക്കെ, ഇപ്പോൾ ഡീസൽ എഞ്ചിൻ്റെ കാറുകളൊക്കെ എന്താണ്, പെട്രോൾ എഞ്ചിൻ്റെ കാറുകളെക്കാൾ കൂടുതൽ മൈലേജ് ഉണ്ടായിരിക്കും. എന്നാൽ പോലും കാറുകൾ കൂടുതൽ പെട്രോൾ ഇറങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മെയിൻ്റനൻസ് ആണ്. ഡീസൽ എഞ്ചിൻ വാഹനങ്ങൾക്ക് എന്താണ്, മെയിൻ്റനൻസ് വളരെയധികം കൂടുതലാണ് പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ടാണ് എന്ത്, കൂടുതൽ കാറുകളും പെട്രോൾ എഞ്ചിന് നമ്മുടെ നാടുകളിലൊക്കെ ഇറങ്ങുന്നത്. പിന്നെ ഡീസൽ എഞ്ചിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനേക്കാൾ കൂടുതൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നത് ഡീസൽ എഞ്ചിൻസാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡൽഹി പോലെ നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഡൽഹിയിലൊക്കെ ഒരുപാട് ഡീസൽ എഞ്ചിൻ വാഹനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് കാരണം, അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൂടുതലാണ്. നൈട്രസ് ഓക്സൈഡ്, അതുപോലെ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയിട്ടുള്ള വിഷവാതകങ്ങളൊക്കെ പുറത്തുവിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്തുണ്ട്, ഈ ഡീസൽ എഞ്ചിനുണ്ട്. എന്ന് വെച്ച് പെട്രോൾ എഞ്ചിന് എമിഷൻസ് അഥവാ അന്തരീക്ഷ മലിനീകരണം ഇല്ല എന്നല്ല പറയുന്നത്. ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ചിട്ട് പെട്രോൾ എഞ്ചിനിൽ എന്താണ്, എമിഷൻ കുറവാണ്. ഇവരെ രണ്ടാളേക്കാളും കൂടുതൽ എമിഷൻ കുറവാണ് ഇത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട താരതമ്യം എന്ന് പറയുന്നത്.